ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇത് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ക്ലസ്റ്റർ മീറ്ററാണ്. ഇത് ഫോൾട്ടി ആയിട്ടുണ്ട്, ഇത് വർക്കല്ല. സംടൈം ഇത് വർക്കാവും, അതിന് ഇഷ്ടമുള്ള സമയത്ത് ഇത് ഓഫാവും. നമുക്ക് ഇളക്കി നോക്കിയിട്ട് എന്താണ് ഫോൾട്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മളെ മീറ്റർ ഇപ്പോൾ ലൈൻ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കണക്ഷൻ, ബാക്ക് കണക്ഷൻ. മദർ ബോർഡ് ബാക്കിൽ ഫുൾ IC MCU എല്ലാം EEPROM എല്ലാം ഇവിടെ ഉണ്ട്. ലൈൻ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലൈന്. ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓൺ ആവത്തില്ല, ഫുള്ള് ഡെഡായിരിക്കും. ഇതാണ് നമ്മളെ ഫോൾട്ട്. നമുക്കിത് റിപ്പയർ ചെയ്യണം. ഇത് ഫുള്ള് നീഡിലൊക്കെ ഇളക്കിയിട്ട് ബാക്ക് സൈഡ് കൊണ്ട് നോക്കണം എന്താണ് ഫോൾട്ട് എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ മീറ്ററിൻ്റെ ബാക്ക് കവർ ഇളക്കിയിട്ട് നമ്മൾ ഇതിനെ പതുക്കെ ലോക്കെല്ലാം റിലീസ് ചെയ്തിട്ട് ഇതിനെ പതുക്കെ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് ഈ നീഡിൽസ് മൊത്തം ഇളക്കണം. മൊത്തം ഇളക്കി ഈ ഡിസ്പ്ലേ ഇളക്കി മറിക്കണം. പതുക്കെ ഡിസ്പ്ലേ ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് PCB കിട്ടും. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇളക്കുന്നത്. ഈ നീഡിൽസൊക്കെ പതുക്കെ ഇളക്കിയെടുക്കണം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഫ്രണ്ട്സ്, നമ്മൾ നീഡിൽസ് മൊത്തം നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. സൂചിയെല്ലാം ഇളക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഇങ്ങനെ പതുക്കെ ഇളക്കാൻ പറ്റും. ഡിസ്പ്ലേയുടെ സ്ട്രിപ്പൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കി അങ്ങനെ ലോഡൊന്നും കൊടുക്കാത്ത രീതിയിൽ പതുക്കെ ഇതുപോലെ വയ്ക്കാൻ പറ്റും. ഇത് മൊത്തം ഡിസ്പ്ലേയുടെ സ്ട്രിപ്പാണ്, സർക്യൂട്ട് പോകണം. അത് ക്ലിയറാണ്ട് പതുക്കെ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ്. ഈ LED ഒക്കെ മാറ്റാനായിട്ട് എനിക്ക് ആൾക്കാർ പറയുന്നുണ്ട്, ഈ ഡിസ്പ്ലേയുടെ കളർ മാറ്റാൻ. ഇതിൽ ഓൾവൈസ് എല്ലാത്തിനും ഒരു കളറാണ് കമ്പനി കൊടുക്കുന്നത്. ഇത് നമുക്ക് LED ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ കളർ മാറും. വൈറ്റൊക്കെ ആക്കാൻ പറ്റും, പല പല കളർ. ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാൻ പറ്റും. LED മാറ്റി കൊടുക്കണം. അങ്ങനെ ആൾക്കാർ എനിക്ക് LED ഒക്കെ കൊണ്ട് തരാറുണ്ട് വൈറ്റ് ആക്കാനൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ ക്ലസ്റ്റർ മീറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ബാക്ക് സൈഡാണ്. ഡിസ്പ്ലേൻ്റെ അടിയിലിരിപ്പുണ്ട് ഇവിടെ. ഇവിടെ ഡിസ്പ്ലേ ഇരിപ്പുണ്ട്. അതിൻ്റെ ബാക്ക് ലൈറ്റുകളാണ് ഇത് രണ്ടെണ്ണം. ഈ ഹോൾസിലൂടെ, ഈ ബാക്ക് ഹോൾസിലൂടെയാണ് ഈ ഡിസ്പ്ലേയുടെ ലൈറ്റ് പോകുന്നത്. ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നുള്ളത്. ഈ LED നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് മാറും. എല്ലാവരും ഇതിനു വേണ്ടി പറയുന്നുണ്ട് ഒരുപാട്. എൻ്റെ ക്രിസ്റ്റലൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ക്രിസ്റ്റലൊക്കെ മാറിയപ്പോൾ തന്നെ ഇത് ഓണായി കഴിഞ്ഞു. ഇനി പതുക്കെ ഇത് ഫിറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളെ ക്ലസ്റ്ററിൻ്റെ നീഡിൽസൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നീഡിൽസൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് 0 വന്നിട്ട് സ്റ്റഡി ആയി നിൽക്കും. ഫ്യൂവല്, ടെമ്പറേച്ചർ, RPM എല്ലാം ഞാൻ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഓണാക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു പോയിന്റിൽ വന്ന് നിൽക്കണം. നിങ്ങൾ മാത്രമേ ഇത് ഓക്കെ ആവുള്ളൂ. ഇപ്പോൾ ഇത് ഓണായി, കറക്റ്റ് എല്ലാം വന്ന് നിന്നിട്ടുണ്ട്. RPM, ടെമ്പറേച്ചർ, ഫ്യൂവല്, സ്പീഡോമീറ്റർ എല്ലാം ആ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിന്നിട്ടുണ്ട്. അതിനർത്ഥം ഇത് ഓക്കെയാണ്. 4 മോട്ടറും വർക്കിംഗ് ആണ്. ഇനി ബാക്ക് ഗ്ലാസ് ഇട്ട് അടയ്ക്കണം.